വലൈക്കും വറഹ്മത്തുള്ള. ഭർത്താവ് മരിച്ച സ്ത്രീ എവിടെയാണ് ഇദ്ദ ഇരിക്കേണ്ടത്? ഭർത്താവിന്റെ വിയോഗത്തെ തുടർന്ന് 4 മാസവും 10 ദിവസവും ഇദ്ദ ഇരിക്കണമെന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അത് എവിടെയായിരിക്കണമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇംകുതി ഫീ ബൈതിക് അല്ലദീ ജാഅ ഫീ നഇ സൗജിക്. ഭർത്താവിന്റെ മരണവിവരം എവിടെ താമസിക്കുമ്പോഴാണോ എത്തിയിട്ടുള്ളത് അവിടെയാണ് ഇദ്ദ ഇരിക്കേണ്ടത്. അബൂദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ തുടങ്ങിയവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇത് കാണാം. ഷെയ്ഖ് അൽബാരി പ്രസ്തുത ഹദീസ് സ്വഹീഹാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട്. അധിക പണ്ഡിതന്മാരും ഭർത്താവിന്റെ വീട്ടിൽ തന്നെയാണ്, മരണവിവരം എത്തിയിട്ടുള്ള വീട്ടിൽ തന്നെയാണ് ഇദ്ദ ഇരിക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെടുന്നു. ചിലരാകട്ടെ, ചില പണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ചില വിട്ടുവീഴ്ചകൾ അഭിപ്രായപ്പെട്ടതായി കാണാം. ഉദാഹരണമായി, ഇദ്ദ ഇരിക്കുന്ന സ്ത്രീയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ സ്വന്തം വീട്ടിൽ ഇദ്ദ ഇരിക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുപോലെ സ്വന്തം ശരീരത്തിന്റെ മേൽ ഭയപ്പെടുക, ആരെങ്കിലും ആക്രമിക്കുമോ എന്ന് ഭയപ്പെടുന്ന സാഹചര്യമുണ്ടാവുക, ഇത്തരം സാഹചര്യത്തിലും മറ്റൊരു വീട്ടിൽ, സ്വന്തം വീട്ടിൽ ഇദ്ദ ഇരിക്കുന്നതുകൊണ്ട് വിരോധമില്ല. വബിനാഅൻ അലാ ദാലിക ഫഇദാ കാനത് ഹാദി അൽ മർഅ തഖാഫ് മിനൽ ബഖാഇ വഹദഹ ഔ ലാ തസ്തതിഉ ദഫ്ഉ ഉജ്റത്തിൽ ബൈത്ത്. ഒന്നുകിൽ സ്വന്തമായി ഒരു വീട്ടിൽ ഇദ്ദ ഇരിക്കുന്നതിൽ ഭയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ വാടകയ്ക്ക് നിൽക്കുന്ന വീടാണ്, വാടക നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ സ്വന്തം വീട്ടിലേക്ക് സ്വന്തം വീട്ടിൽ ഇദ്ദ ഇരിക്കുന്നതിൽ വിരോധമില്ല എന്ന് മനസ്സിലാക്കാം.